അദ്ദർസു സാദിസു പാഠം 6 അത്തയമ്മുമു തയമ്മും. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങൾ പറഞ്ഞു, ഇന്ന സഈദ തയ്യിബ, തീർച്ചയായും നല്ല മണ്ണ്, തഹൂറുൽ മുസ്ലിമി, മുസ്ലിമിനെ ശുദ്ധീകരിക്കുന്നതിനുള്ള വസ്തുവാണ്. വ ഇല്ലം യജിദിൽ മാ, അവൻക്ക് വെള്ളം കിട്ടിയില്ല എങ്കിലും ശരി, 10 സിനീന, 10 വർഷത്തേക്ക് വെള്ളം കിട്ടിയില്ല എങ്കിലും ശരി, അവർക്ക് മുസ്ലിമായ ആൾക്ക് ശുദ്ധീകരണത്തിലുള്ള വസ്തുവാണ് നല്ല മണ്ണ്. സഈദ് മണ്ണ്, ത്വയ്യിബ് നല്ലത്. ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. അത്തയമ്മുമു, തയമ്മും എന്നത് തഹാറത്തുൻ, അത് ശുദ്ധീകരിക്കലാണ്. ബദലൻ അനിൽ വുളൂഇ, വുളൂഇന് പകരമായിട്ടുള്ള ശുദ്ധീകരണമാണ്. വൽ ഗുസ്ലി, കുളിക്കും പകരമായിട്ടുള്ള ശുദ്ധീകരണമാണ്. എപ്പോൾ? ഇൻദൽ അജിസി അൻ ഇസ്തിഅമാലിൽ മായി, വെള്ളം ഉപയോഗിക്കാൻ പറ്റാതെ വരുന്ന സന്ദർഭത്തിൽ. അജിസ് ബലഹീനമാകുക, പറ്റാതെ വരിക എന്നർത്ഥം. ഇൻദൽ അജിസ് ബലഹീനമാകുന്ന സന്ദർഭത്തിൽ, അൻ ഇസ്തിഅമാലിൽ മായി, വെള്ളം ഉപയോഗിക്കുന്നതിനെ തൊട്ട്. വഹുവ, തയമ്മും എന്നത്, ഈ തയമ്മിൻ്റെ നിർവചനമാണ് പറയാൻ പോണത്. മസ്ഹുൽ വജ്ഹി, മുഖം തടകലാണ്. വൽ യദൈനി, 2 കൈയും തടകലാണ്. തുറാബിൻ താഹിരിൻ, ശുദ്ധിയുള്ള മണ്ണുകൊണ്ട്. വ കൈഫിയത്തുഹു, തയമ്മുമിൻ്റെ രൂപം. അൻ തദ്രിബ, നീ അടിക്കലാണ്. അല തുറാബി, മണ്ണിൻ്റെ മേൽ. ദർബത്തൻ, ഒറ്റയടി. ബി ബത്നിൽ കഫൈനി, 2 മുൻകൈയിൻ്റെ പള്ള കൊണ്ട്. മഅ നിയ്യത്തി ഇസ്തിബാഹത്തി സ്വലാത്തിൽ മഫ്റൂദത്തി, ഫർള് നിസ്കാരം അനുവദനീയമാക്കുന്നു എന്ന് കരുതുന്നതിനോടുകൂടെ. മഅ എന്ന് വെച്ചാൽ കൂടെ നടത്തും. നിയ്യത്ത് കരുതൽ. ഇസ്തിബാഹത്ത് സ്വലാത്ത്, നിസ്കാരത്തെ അനുവദനീയമാക്കൽ. അൽ മഫ്റൂദത്ത്, ഫർളാക്കപ്പെട്ട. ഫ തംസഹ ബിഹ, എന്നിട്ട് ആ കൈകൊണ്ട് നീ തടകലാണ്. വജ്ഹക, നിന്റെ മുഖത്തെ. സുമ്മ തദ്രിബ, പിന്നെ നീ അടിക്കണം. മർറത്തൻ സാനിയ, രണ്ടാമതൊരു അടി. വ തംസഹൽ യദൽ യുംന, എന്നിട്ട് വലത്തെ കൈ നീ തടകണം. ബിൽ യദിൽ യുസ്ര, ഇടത്തെ കൈ കൊണ്ട്. വൽ യദൽ യുസ്ര, ഇടത്തെ കൈയിനെ തടകണം. ബിൽ യദിൽ യുംന, വലത്തെ കൈ കൊണ്ട്. മഅൽ മിർഫഖൈനി, 2 മുട്ടുൾപ്പെടെ. വ ഇനിംതനാ ഇസ്തിഅമാലുൽ മായി, ഇനി വെള്ളം ഉപയോഗിക്കൽ തടസ്സമായാൽ. ഫി ഉദുവിൻ, ഒരവയവത്തിൽ, എന്ന് വെച്ചാൽ ഒരവയവത്തിൽ, ഏതെങ്കിലും ഒരു അവയവത്തിൽ വെള്ളം ഉപയോഗിക്കാൻ പറ്റാതെ വന്നാൽ എന്നർത്ഥം. ഉദുവ് എന്ന് വെച്ചാൽ അവയവം. ലുജുറഹിൻ, ഒരു മുറിവുണ്ടതിൻ്റെ പേരിൽ. വനഹവി, അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും കാര്യമുള്ളതിൻ്റെ പേരിൽ ഒരവയവത്തിൽ വെള്ളം ഉപയോഗിക്കാൻ പറ്റാതെ വന്നാൽ. ഇംതന എന്ന് വെച്ചാൽ തടസ്സമായി എന്നർത്ഥം. തടസ്സമായാൽ എന്നൊക്കെയാണ് അർത്ഥം. യജിബു ഗസ്ലു സഹീഹി മിൻഹു, ആ അവയവത്തിൽ ആരോഗ്യമുള്ള ഭാഗം കഴുകണം. സഹീഹ് എന്ന് വെച്ചാൽ ആരോഗ്യമുള്ളതെന്നർത്ഥം. ഗസ്ല്, കഴുകൽ. അപ്പോൾ ഒരു അവയവത്തിൽ വെള്ളം ഉപയോഗിക്കാൻ പറ്റാതെ വന്നു, അങ്ങനെയാണെങ്കിൽ ആ അവയവത്തിൽ കഴുകാൻ പറ്റുന്ന ഭാഗമൊക്കെ കഴുകുക. അതാണ് യജിബു ഗസ്ലു സഹീഹി മിൻഹു, ആ അവയവത്തിൽ ആരോഗ്യമുള്ള ഭാഗം കഴുകുക എന്ന് പറഞ്ഞ അർത്ഥം. കഴുകാൻ പറ്റുന്ന ഭാഗമൊക്കെ കഴുകുക എന്നർത്ഥം. വയത്തയമ്മുമു അനിൽ ജുറഹി, മുറിവിന് വേണ്ടി തയമ്മും ചെയ്യുകയും ചെയ്യുക. ഫൈൻ ജുരിഹ ഉളുവാനി, ഇനി 2 അവയവങ്ങൾ മുറിവ് പറ്റിയാൽ. ഉളുവാനി, 2 അവയവങ്ങൾ. ഫ തയമ്മുമാനി, അപ്പോൾ 2 തയമ്മും ചെയ്യണം. വൽ യദാനി, 2 കൈകൾ. ക ഉളുവിൻ വാഹിദിൻ, ഒരു അവയവം പോലെയാണ്. കറജുലൈനി, 2 കാല് പോലെ. എന്ന് പറഞ്ഞാൽ 2 കൈയിലും, ഒരു വലത്തെ കൈയിലും ഇടത്തെ കൈയിലും മുറിവുണ്ടെങ്കിൽ അത് ഒരു അവയവം ആയിട്ടാണ് കണക്കാക്കുള്ളൂ. അതിനുവേണ്ടി ഒരു തയമ്മം മതി. പക്ഷേ കാലിലൊരു മുറിവുണ്ട്, കയ്യിലൊരു മുറിവുണ്ടെങ്കിൽ അത് 2 അവയവമായിട്ട് കണക്കാക്കും. അപ്പോൾ 2 തയമ്മം വേണ്ടി വരും. കറജുലൈനി, 2 കാല് പോലെ എന്ന് പറഞ്ഞാൽ 2 കാലും ഒരു അവയവം ആയിട്ടാണ് കണക്കാക്കുള്ളൂ. അപ്പോൾ 2 കാലിലും ഒരു മുറിവുണ്ടെങ്കിൽ അതിനുവേണ്ടി ഒരു തയമ്മം മതി. വൈനിഹ്താജ ഇല സാത്തിരിൻ, ഇനി അവനക്കൊരു മറ ആവശ്യമായി വന്നാൽ. ഇവിടെ മറ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കയ്യിലേക്ക് മുറിവുണ്ടെങ്കിൽ, അയാൾ മുറിവുണ്ടെങ്കിൽ ആ മുറിവിൽ വച്ച് കെട്ടുന്ന ഒരു സാധനം ആവശ്യമായി വന്നാൽ. അപ്പോൾ ഒരു ഉള്ളു ചെയ്യുമ്പോഴൊക്കെ ഒരു മറയായിട്ട് വരില്ല. അതുകൊണ്ടാണ് സാത്തിർ എന്ന പദം അവിടെ ഉപയോഗിച്ചത്. സാത്തിർ എന്ന് വെച്ചാൽ മറയ്ക്കുന്ന സാധനം എന്നാണ് അർത്ഥം. അപ്പോൾ
കയ്യിലോ കാലിലോ ഒക്കെ മുറിവുണ്ടെങ്കിൽ ആ മുറിവ് മറയ്ക്കാൻ വേണ്ടി നമ്മൾ വെച്ച് കെട്ടുന്ന സാധനം, അതാണ് ഇവിടെ സാത്രു കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വജബ വദഉഹു അലാ തുഹ്രിൻ, ആ വച്ച് കെട്ടുന്ന ആ മറയ്ക്കുന്ന സാധനം ശുദ്ധിയുടെ മേൽ വയ്ക്കൽ നിർബന്ധമാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ കയ്യിൽ ഒരു മുറിവുണ്ടാകുമ്പോൾ മുറിവിൽ കെട്ടണ സമയത്ത് ഒളു എടുത്തിട്ടാണ്, നമുക്ക് കഴിയുന്ന പോലെയൊക്കെ ഒളു എടുത്തിട്ടാണ് അത് വെച്ച് കെട്ടേണ്ടത്. അങ്ങനെ കെട്ടൽ നിർബന്ധമാണ്. വൈദാ ഖാഫ ബി നസ്ഇഹി, ആ മറ നീക്കൽ കൊണ്ട് അവൻ ഭയന്നാൽ, ഖാഫ ഭയന്നു, ഇദാ ഖാഫ ഭയന്നാൽ, ബി നസ്ഇഹി അത് നീക്കൽ കൊണ്ട് അവൻ ഭയന്നാൽ, ലറൻ എന്തെങ്കിലും ഒരു തകരാറിനെ ഭയന്നാൽ, അപ്പോൾ ആ മറ വച്ച് കെട്ടിക്കുന്ന സാധനം നീക്കാൻ എന്തെങ്കിലും പ്രയാസം ഉണ്ടാകും എന്നവൻ പേടിച്ചാൽ, വജബ മസ്ഹുഹു ബിൽ മായി, ആ മറയെ വെള്ളം കൊണ്ട് തടകൽ നിർബന്ധമാണ്. വൈൻ വലഅഹു അല ഹദസിൻ, അശുദ്ധിയോടുകൂടിയാണ് ആ മറ വച്ച് കിട്ടിയത് എങ്കിൽ, യുഅയിദു സലാത്ത, നിസ്കാരത്തെ അവൻ മടക്കണം. എന്ന് പറഞ്ഞാൽ അശുദ്ധിയോടുകൂടി ഒന്നുമില്ലാത്ത അവസ്ഥയിലാണ് വെച്ച് കിട്ടിയതെങ്കിൽ അവൻ കഴിയുന്ന പോലെയൊക്കെ ഈ മേലെ പറഞ്ഞതുപോലെ ഉളു ചെയ്യുക, ടൈമിൽ നിസ്കരിക്കുക. പക്ഷേ ആ നിസ്കാരത്തെ അവൻ കൈയൊക്കെ ശരിയായി കഴിയുമ്പോൾ മടക്കി നിസ്കരിക്കണം. വലാ യുസല്ലി ബി തയമ്മുമിൻ, ഒരു തയമ്മും കൊണ്ട് അവൻ നിസ്കരിക്കരുത്. ഇല്ല ഫർദൻ വാഹിദ, ഒരു ഫർദല്ലാതെ. മടക്കി നിസ്കരിക്കാന്ന് വെച്ചാൽ അത് റിപ്പീറ്റ് ചെയ്യണം, രണ്ടാമത് നിസ്കരിക്കാൻ നടത്തട്ടോ. വലാ യുസല്ലി ബി തയമ്മിൻ, ഒരു തയമ്മും കൊണ്ട് അവൻ നിസ്കരിക്കരുത്. ഇല്ല ഫർദൻ വാഹിദ, ഒരു ഫർദല്ലാതെ നിസ്കരിക്കരുത്. അതായത് ഒരു തയമ്മും കൊണ്ട് ഒരു ഫർദേ നിസ്കരിക്കാൻ പറ്റൂ. ഫയജിബു തയമ്മുമു, തയമ്മും ചെയ്യൽ നിർബന്ധമാണ്. ലികുല്ലി ഫർദിൻ ഐനിയിൻ, ഓരോരോ ഫർദിനു വേണ്ടി ഓരോ തയമ്മും ചെയ്യൽ നിർബന്ധമാണ്. അപ്പോൾ ദുഹർ നിസ്കരിക്കാൻ വേണ്ടി ഒരു തയമ്മും ചെയ്യണം, അസറിന് വേണ്ടി വേറെ തയമ്മും ചെയ്യണം. വയുസല്ലി മാ ഷാഅ, അവൻ ഉദ്ദേശിക്കുന്നിടത്തോളം നിസ്കരിക്കാം. മിനൽ ജനായിസി, മയ്യിത്ത് നിസ്കാരങ്ങളും, വന്നവാഫില് സുന്നത്ത് നിസ്കാരങ്ങളും. അൽ മസ്ഹു അൽ ഖുഫൈനി, ഖുഫയുടെ മേൽ തടകൽ. ഖുഫ എന്ന് പറയുന്നത് തണുപ്പ് ശക്തിയായ പ്രദേശങ്ങളിൽ നമ്മുടെ സോക്സിൻ്റെ സ്ഥാനത്ത് ധരിക്കുന്ന ഒരു തോല് കൊണ്ടുള്ള ഒരു ആവരണമാണ്. അതുപോലെ കാലിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് അലർജി പോലുള്ള അസുഖമുള്ള ആളുകളൊക്കെ അങ്ങനത്തെ ഖുഫ ധരിക്കും. സോക്സ് അല്ല ഉദ്ദേശിക്കുന്നത്, തോല് കൊണ്ടുള്ള ഒരു പ്രത്യേകതരം ആവരണമാണത്. സോക്സ് പോലെ ഇരിക്കും. അതിൻ്റെ മേൽ തടകുന്ന നിയമം ആണ് പറയുന്നത്. യജൂസുൽ മസ്ഹു അലൽ ഖുഫൈനി, രണ്ട് ഖുഫൈൻമേൽ തടകൽ അനുവദനീയമാണ്. ബദലൻ അൻ ഗസ്ലി റിജ്ലൈനി, രണ്ട് കാൽ കഴുകുന്നതിന് പകരമായിട്ട്. ഫിൽ വുളൂഇ, വുളു എടുക്കുന്ന സന്ദർഭത്തിൽ. ഫഖത്ത്, അത്രമാത്രം. അതായത് ഇപ്പോൾ ഖുഫ ധരിച്ചിരിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾ വുളു എടുക്കുന്ന സമയത്ത് ആ കാല് കഴുകുന്നതിന് പകരമായിട്ട് ആ ഖുഫയുടെ മേൽ തടയാൽ മതി. ആ ഖുഫ അഴിച്ച് കാല് കഴുകണമെന്നില്ല. അതാണ് പറഞ്ഞത്. ലിൽ മുഖീമി, നാട്ടിൽ താമസിക്കുന്നവന് യൗമൻ വലയിലത്തൻ, ഒരു രാത്രിയും ഒരു പകലും, അതായത് ഒരു ദിവസം ഫുള്ള് 24 മണിക്കൂറത്തേക്ക് എന്ത് ചെയ്താൽ മതി, വുളു ചെയ്യുന്ന സമയത്ത് ആ ഖുഫയിന്മേൽ തടയാൽ മതി. അപ്പോൾ ഇപ്പോൾ ഖുഫ ധരിച്ചാൽ നാളെ ഈ സമയം വരെ നമുക്ക് നിസ്കാരങ്ങൾക്ക് വേണ്ടി വുളു ചെയ്യുമ്പോൾ അതഴിച്ച് കാല് കഴുകണമെന്നില്ല. വുളുവിൻ്റെ ബാക്കിയുള്ളത് സാധാരണ പോലെ ചെയ്തിട്ട് കാല് കഴുകാൻ നേരത്ത് ആ ഖുഫയുടെ മേൽ തടയാൻ മാത്രം മതി. ഇപ്പോൾ നാട്ടിൽ താമസിക്കുന്ന ആളാണെങ്കിൽ, യാത്രക്കാരനല്ലാത്തവനാണെങ്കിൽ ഒരു ദിവസം വരെ തടകാം. ഒരു ദിവസം കഴിഞ്ഞാലോ ആ ഖുഫ മാറ്റി പിന്നെ പരിപൂർണമായ വുളു എടുത്തതിന് ശേഷമേ അത് ധരിച്ചിട്ട് പിന്നെ അത് തടകാൻ പറ്റുള്ളൂ. വലിൽ മുസാഫിരി, യാത്രക്കാരന് അനുവദനീയമാണ്. സലാസത്ത അയ്യാമിൻ, 3 ദിവസം വരെ. ബിലയാലിഹ, അതിൻ്റെ രാത്രികൾ ഉൾപ്പെടെ 3 ദിവസം വരെ ഖുഫ തടകാം. വൽ വാജിബു, നിർബന്ധമായത് മസ്ഹു അദ്നാ ഷൈഇൻ മിൻ ളാഹിരി അലാഹു, ആ ഖുഫയുടെ മുകൾ ഭാഗത്തുള്ള പുറത്ത് കാണാവുന്ന അല്പം ഭാഗം തടകലാണ് നിർബന്ധമുള്ളത്. അപ്പോൾ ഖുഫയുടെ മുകൾ ഭാഗത്താണ് തടകേണ്ടത് നടത്തും. വൽ വാജിബ്, നിർബന്ധമായത് മസ്ഹു അദ്നാ ഷൈഇൻ, കുറഞ്ഞ വസ്തു തടകലാണ്, കുറഞ്ഞ സ്ഥലം തടകലാണ്. മിൻ ളാഹിരി അലാഹു, ആ ഖുഫയുടെ മുകൾ ഭാഗത്ത് പുറമേയുള്ള കുറച്ച് ഭാഗം തടകലാണ് നിർബന്ധമായത്. അജിബ്, ഉത്തരം പറയുക. മാ ഹുവ തയമ്മും, തയമ്മും എന്നാൽ എന്ത്, അതിൻ്റെ
മസ്ഹുൽ വജ്ഹി വല്ലദീനി ബിതുറാബിൻ താഹിരി. പിന്നെ മതാ യജൂസു തയമ്മും, തയമ്മും അനുവദനീയമാകുന്നത് എപ്പോൾ? ആർക്കാണ് തയമ്മും ചെയ്യാൻ പറ്റുക? എപ്പോഴാണ് അനുവദനീയമാകുന്നത്? അതിൻ്റെ ആൻസറാണ് ഇൻദൽ അജ്സി അൻ ഇസ്തിഅമാലിൽ മായി, വെള്ളം ഉപയോഗിക്കാൻ പറ്റാതെ വരുമ്പോൾ. അടുത്ത ചോദ്യം, മൽ വാജിബു ഫി മസ്ഹിൽ ഹുഫൈനി, ഹുഫ തടവുന്നതിൽ നിർബന്ധമായത് എന്ത്? ഇതാണ് ഹുഫയുടെ മുകൾ ഭാഗത്ത് നിന്നും അല്പം തടകലാണ്. അടുത്തത്, മതാ യുഈദുൽ മുതയമ്മിമു അസ്സലാത്ത, തയമ്മം ചെയ്യുന്നയാൾ നിസ്കാരം മടക്കേണ്ടത് എപ്പോഴാണ്? അതാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. എന്താണ്? അശുദ്ധിയിന്മേലാണ് അശുദ്ധി ഉള്ളതിനോടുകൂടെ മുറിവിൽ വച്ച് കിട്ടിയ ആൾ തയമ്മം ചെയ്യുമ്പോൾ, തയമ്മം നിസ്കരിച്ചു കഴിഞ്ഞാൽ ആ നിസ്കാരത്തെ അവൻ വീണ്ടും മടക്കി നിസ്കരിക്കണം. ആ കൈ ശരിയാവുന്ന സമയത്ത് മടക്കി നിസ്കരിക്കണം. ഇതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. വൈൻ വലഅഹു അലാ ഹദസിൻ യുഈദു സലാത്ത, ശുദ്ധിയോടുകൂടിയാണ് അവൻ ആ മറയെ വച്ച് കിട്ടിയതെങ്കിൽ നിസ്കാരത്തെ മടക്കേണ്ടതാണ്. ഇത് പൂരിപ്പിക്കാനുള്ളതാണ്. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സഈദു ത്വയ്യിബു ഡാഷ് അൽ മുഅ്മിനി അത്തയമ്മുമു വ മസ്ഹുൽ വജ്ഹി ബിതുറാബിൻ താഹിരിൻ. തയമ്മം എന്നത് വ മസ്ഹുൽ വജ്ഹി മുഖം തടകലാണ്, വല്ലദൈനി രണ്ട് കയ്യും തടകലാണ്, ബിതുറാബിൻ താഹിരിൻ ശുദ്ധിയുള്ള മണ്ണുകൊണ്ട്. കൈഫിയത്ത് തയമ്മി, തയമ്മിൻ്റെ രൂപം. ഫുറു തയമ്മിൻ്റെ ഫറമുകൾ. കമ്മിൽ എന്ന് വെച്ചാൽ പൂർത്തിയാക്കുക, ബയ്യിൻ വ്യക്തമാക്കുക.